എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, മുളക് ബജ്ജിയുടെ ഒരു കൃഷി രീതിയെക്കുറിച്ചാണ്. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് മുളക് ബജ്ജി എന്നുള്ളത്. നമ്മളെവിടെ പോയാലും അത് നമ്മൾ മേടിച്ച് കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും വാശി പിടിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ നമ്മുടെ മുറ്റത്ത് ഒരു 2-3 ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വൈകുന്നേരമുള്ള ഒരു പലഹാരമാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു മുളക് ബജ്ജിയെ മാറ്റാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വളങ്ങൾ നമ്മൾ തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയോ ഒരുപാട് പരിചരണമോ ഒന്നും ആവശ്യമില്ല. ഒരു 2 രൂപയുടെ 3 രൂപയൊക്കെ നമുക്ക് വിപണിയിൽ ഇപ്പോൾ തൈകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിൽ നിന്ന് കുറച്ച് തൈകൾ വാങ്ങിച്ച് നമ്മളൊന്ന് കൃഷി ചെയ്താൽ ഇതുപോലെ നല്ല വിളഞ്ഞ കണ്ടോ, നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ആ ഒരു വലിപ്പത്തിലുള്ള ബജ്ജി മുളകൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മുളക് ബജ്ജിയുടെ കൃഷി രീതികളാണ്. എങ്ങനെ നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ നമുക്ക് ഈ ഒരു മുളക് ബജ്ജി നടാമെന്നും അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതാണ് ബജ്ജി മുളകിൻ്റെ തൈകൾ. ഇത് ഞാനിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ പാകിയ ആ ഒരു തൈകളൊന്നും കിളുത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നമ്മൾ വാങ്ങിച്ച തൈകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നട്ടു കൊടുക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് തയ്യാറാക്കണം. ഹെൽത്തി ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് നമ്മൾ ആദ്യം തന്നെ നട്ടു കൊടുത്താലേ ആ ചെടി നല്ല കരുത്തോടുകൂടി വളരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വളങ്ങൾ എടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പൂഴിയാണെങ്കിൽ പൂഴി എടുക്കാം, ആ ഒരു മണ്ണെടുക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണ് വേണം നമ്മൾ എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാനിവിടെ നമ്മൾ ഒന്നും ചേർക്കാത്ത മണ്ണ് മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഡോളോമേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡോളോമേറ്റ് നമ്മൾ ചേർത്തിട്ട് ഒരു 2-3 ദിവസം നമ്മൾ ഈ ഒരു വളക്കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികൾ മാറ്റി നടാവുന്നതാണ്. പക്ഷെ കുമ്മായമാണെങ്കിൽ നമ്മൾ കുറഞ്ഞത് ഒരു 10-15 ദിവസമെങ്കിലും മണ്ണിലിട്ട് അതിൻ്റെ ആ ഒരു പുളിപ്പൊക്കെ മാറിയിട്ട് നമ്മൾ ചെടികൾ നടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുമ്മായമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഈ ഒരു ഡോളോമേറ്റ് നമ്മൾ വളം വാങ്ങുന്ന കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഡോളോമേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വിലയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വളരെ കുറച്ച് ഈ ഒരു പിടി കണ്ടോ, അത് നമുക്ക് ഈ ഒരു മണ്ണിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് മൊത്തത്തിലൊന്ന് ഇളക്കാം. ഒരു 20-30 ഗ്രാം അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് കൂടാതെ ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറിയൊരു ഈർപ്പമുള്ളതോ ഉണങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള ചാണകപ്പൊടി കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ്, ബോൺ മീല്. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഏത് വളം വേണേലും, കോഴിക്കാഷ്ടമോ ആട്ടിൻ കാഷ്ടമോ ജൈവവളമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഏത് വേണേലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയും വളങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുമ്മായമൊക്കെ ഇട്ട് നമ്മൾ നേർപ്പിച്ചിട്ടുള്ള ആ ഒരു പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഡോളോമേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നീട് ചെടികളൊക്കെ നട്ട് അതൊക്കെ ഒന്ന് വളർന്നൊക്കെ കഴിയുമ്പോൾ ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുമ്മായമൊന്നും ഇട്ട് നേർപ്പിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ഡോളോമേറ്റ് ഇട്ട് കൊടുത്തത്. നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആ ഒരു വളമെല്ലാം നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ളത് കണ്ടോ, ഈ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വലിപ്പമുള്ള ഒരു ചട്ടിയാണ്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്ക് ഈ വളക്കൂട്ട് നമുക്കൊന്ന് ഇട്ട് ചെടി നടാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നമ്മളൊരു വലിപ്പമുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഹോളൊക്കെ ചട്ടിയിലാണേലും ഗ്രോ ബാഗിലാണേലും ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ ബജ്ജി മുളക് പെട്ടെന്ന് തന്നെ അഴുകിപ്പോകും അതിൻ്റെ വേരുകൾ. അപ്പം നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹോളുകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോട്ടി മിക്സിൽ നിന്ന് ഇതുള്ള ആ കട്ടകളെല്ലാം നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. വളയിടുന്നതിന് മുമ്പ് അതിനകത്തുള്ള ആ കട്ടകളൊക്കെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ വെറുതെ മണ്ണിലേക്കാണ് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കുന്നതെങ്കിൽ ആ ചെടികൾ നല്ല പൂക്കളൊക്കെ ഇട്ട് കായ്കളാകാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ ആ ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോവും, വാട്ടരോഗം ഉണ്ടാവും. അപ്പം അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഒക്കെ ചേർത്ത് നമ്മൾ ചെടികൾ നടുന്നത്. അപ്പം അതിന് ആ ഒരു രോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ ഇത്രയും മതി കണ്ടോ, ആ ഒരു ചെടിയുടെ ഒരു 1/4 ഭാഗത്തോളം നമ്മളിത് ഇതുപോലെ നിറച്ചു കൊടുത്തു കഴിഞ്ഞു. ഇത് മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബജ്ജി മുളകിൻ്റെ തൈകൾ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ചട്ടി ആയതുകൊണ്ട് 2 എണ്ണമാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒരു ചട്ടിയിൽ നട്ടു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിനകത്തുനിന്ന് 2 എണ്ണം നട്ടു കൊടുക്കുകയാണ്. ഒരു അല്പം താത്തിയായിട്ട് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ എടുത്തിട്ട് നട്ടു കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് നല്ല എല്ലുപൊടി ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ വെച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല വളത്തിലാണ് നമ്മുടെ ചെടി നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ നട്ടതിന് ശേഷം നമുക്ക് 2 നേരം, ഇപ്പം നല്ല പകലൊക്കെ വെയിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ 2 നേരവും നനച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. മഴയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരമൊക്കെ നമ്മൾ നനച്ചു കൊടുത്താൽ മതി. വെയിലാണെങ്കിൽ 2 നേരവും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് വെയിലൊക്കെ കിട്ടിയാൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന ആ ഒരു ചെടിയാണ് ബജ്ജി മുളക് എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ തണലൊന്നും കൊണ്ടുപോയി വെക്കാതെ കുറച്ചെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളിത് വെച്ചതിന് ശേഷം ഇനി ഒരു 10 ദിവസം വരെ നമ്മൾ യാതൊരു വളവും ചെയ്യേണ്ട, വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ ജൈവ സ്ലറിയോ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കുക. അതൊരു 10 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടുകൂടി വളർന്ന് അതിലൊക്കെ നിറച്ച് പൂക്കളും അതിനകത്തൊക്കെ കായൊക്കെ പിടിച്ച് അത് പൊഴിഞ്ഞു പോവാതെ നമുക്ക് നല്ല ബജ്ജി മുളകായിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള നഴ്സറിയിൽ നിന്നോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒരു ബജ്ജി മുളകിൻ്റെ തൈ വാങ്ങിച്ച് ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് നട്ടു കൊടുത്താൽ ഒരു മാസം കഴിയുമ്പോൾ ഇതിലൊക്കെ നിറയെ നല്ല നിറച്ച് ബജ്ജി മുളക് കായ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ മുളക് ബജ്ജിയുടെ കൃഷി രീതികൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഒരു 3-4 ചട്ടികളിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിൽ നമുക്ക് ടെറസിലാണേലും മുറ്റത്താണേലും ഇനി ബാൽക്കണിയിലാണെങ്കിൽ പോലും നമുക്കിത് ഇതുപോലെ സിമ്പിളായിട്ട് കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ബജ്ജി ചെടികളിലും ക്യാപ്സിക്കം ഒക്കെ നമ്മൾ നടുമ്പോൾ ചെടികളിങ്ങനെ മുരടിച്ചൊക്കെ പോകാറുണ്ട്. എങ്കിലും നമുക്ക് അതിനകത്തൊക്കെ നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ മുളകിലൊക്കെ ആ ഒരു മുരടിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ആ ഒരു ഫെർട്ടിലൈസർ ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് തളിച്ചു കൊടുത്താൽ മതി. അത് പയ്യനെ അതിൻ്റെ ആ ഒരു മുരടിപ്പൊക്കെ മാറി നിറയെ നമുക്ക് പൂക്കളും കായും ഒക്കെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മുറ്റത്തൊക്കെ ഇതുപോലെ നല്ല വിളഞ്ഞു നിൽക്കുന്നത് ഇതുപോലുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ബജ്ജി മുളകുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ ഒന്നും നമുക്ക് ചിലപ്പോൾ വൈകുന്നേരം ഒന്ന് കഴിക്കാനായിട്ട് പലഹാരമായിട്ട് ഇല്ലെങ്കിൽ പോലും ഓടി ചെന്ന് നമുക്ക് ഇതുപോലെ ഒരു 1-2 പറിച്ചെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കിയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ചെറിയൊരു കൃഷി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആ ഒരു കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.